വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയമുടത്ത്. മലവാരത്തമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോൾ മലവായി എന്നുള്ള പേരിലാണ് പൂർവിക കാലം മുതൽ അറിഞ്ഞു വരുന്നത്. മലവായി, ആ മലവായിയുടെ ചരിത്രം നോക്കുമ്പോൾ ഉദിപ്പനത്ത് ഉദിഭഗവാന്റെ 3 മാന്ത്രിക്കണ്ണിൽ ഇളങ്കുപോലെ പൊട്ടി പളുങ്കുപോലെ തെയ്യപ്പെട്ടത് എതിരിഞ്ഞിട്ടുള്ള മലവാരൻ ദൈവങ്ങൾ ഭൂമിലോകത്ത് വന്ന് അങ്ങനെ ഭൂമിലോകത്ത് അവരെത്തി. അവരങ്ങനെ ആറ്റാമണപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആറ്റാർ ഇളമ്പുള്ളി ചോട്ടിൽ ഊത്താമ്പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം മണലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് ഈ മണ്ണിന്ന് ഒരു ഗ്രന്ഥം കിട്ടുന്നത്, ഒരു ചെമ്പോല. ആ സാധാരണ പനയോലല്ലാന്ന്, പനയുടെ ഓലയിലാണ് ഗ്രന്ഥങ്ങൾ എഴുതുക, ഇത് ചെമ്പോലയാണ്. അപ്പോൾ ഈ ചെമ്പോല കിട്ടി നോക്കുമ്പോൾ അവർ തിരിച്ചു മറിച്ച് നോക്കി. അപ്പോൾ ഇതെന്താണ് ഇതിൽ എഴുതിയിട്ടുള്ളതെന്ന് അറിയാനുള്ള ഒരു ഇതില്ല അവർക്ക്. അപ്പോൾ എന്നാൽ അറിയും വേണം. അപ്പോൾ ഇതിൽ നല്ല ഭാഷയിൽ പഴയ ലിപിയിലൊക്കെ പല ലിപിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തോ ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, കാര്യമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു ആങ്ങളും പെങ്ങളും ആണ് ഉള്ളത്. ഈ ആങ്ങളും പെങ്ങളും പരസ്പരം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ഇത് സത്യമുള്ള ചെമ്പോലയാണ്. അങ്ങനെയാണ് നമുക്കിത് കാണുന്നത്. അതിൻ്റെ പ്രത്യേകത ഒരു എനർജിയൊക്കെ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ സത്യമുള്ള ചെമ്പോലാണെങ്കിൽ ഈ നിൽക്കുന്ന ആറ്റാർ ഇളമ്പുളി കത്തി കരിയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അവർ പറഞ്ഞു. ഈ ചെമ്പോലയും കൈ പിടിച്ച് ഇത് പറഞ്ഞ മാത്രയിൽ തന്നെ ഈ ചെമ്പോല കത്തി കരിഞ്ഞു. എന്നാൽ സത്യമുള്ള ചെമ്പോലയാണെങ്കിൽ ആറ്റാർ ഇളമ്പുളി തേറിത്തെളിയട്ടെ. സത്യം ഉണ്ട് വെച്ചെങ്കിൽ അതിനെ നല്ല ശക്തി ഉണ്ട് വെച്ചെങ്കിൽ അങ്ങനെ വേണ്ടേ. അത് പറഞ്ഞപ്പോൾ പഴയ പോലെ തന്നെയായി. അപ്പോൾ ഇവർക്ക് ഒന്നും കൂടി ഇതിൻ്റെ സത്യത്തെക്കുറിച്ച്, ഇതിൻ്റെ ശക്തിനെ കുറിച്ച് അവർക്ക് സംശയം തീരില്ല. ഇനി ഇത് വായിച്ചറിയണമെങ്കിൽ അവിടെ ചെല്ലണം. അപ്പോൾ ഇതിലൊരാൾ പറയും, ഈ ആങ്ങളും പെങ്ങളിലൊരാൾ പറയും, ഈ ചെമ്പോല വായിക്കണമെങ്കിൽ ദേവലോകത്ത് ചെല്ലണം. ദേവചാര്യനെ കണ്ട് അവിടുത്തെ ആളേനെ കണ്ടിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുക വെച്ചെങ്കിൽ ഈ ദേവലിപിയിൽ എഴുതിയിട്ടുള്ള ഭാഷകൾ അല്ലെങ്കിൽ വാക്കുകൾ എന്താണ്, അക്ഷരങ്ങൾ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സത്യമുള്ള ചെമ്പോലയാണെങ്കിൽ ദേവലോകത്ത് എത്തിക്കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രാർത്ഥിച്ചപ്പോൾ ദേവലോകത്ത് ചെന്നിറങ്ങി. അവിടെ ചെന്നിട്ട് അവിടെ ആളും ആളൊക്കെ വിളിച്ചു കൂട്ടി. അപ്പോൾ ആരാണ് വന്നിട്ടുള്ളത്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മനുഷ്യകുലമല്ല, മനുഷ്യകുലത്തിൽ പിറന്നിട്ടുള്ളതല്ല, ഞങ്ങൾ ദൈവകുലത്തിൽ പിറന്നിട്ടുള്ളതാണ്. മലവാരൻ ദൈവങ്ങളാണ്, ഞങ്ങൾക്ക് ഈ ചെമ്പോലയൊന്ന് വായിച്ചു തരണമെന്ന് പറയും. ഞങ്ങൾക്ക് ചെമ്പോല ഇതൊന്ന് വായിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് ചെമ്പോല കൊടുത്തു. അത് അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു, സത്യമുള്ള മലവാരൻ ദൈവങ്ങളെ, നിങ്ങൾ അല്ലെങ്കിൽ ദൈവപ്പിള്ളങ്ങളെ, ഇത് 12,000 പടക്കതിരിൻ്റെ ചെമ്പോലയാണ്. അപ്പോൾ ഇതിൽ ചെറിയ കാര്യങ്ങളൊന്നല്ല, വലിയ വലിയ കാര്യങ്ങളാണല്ലോ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ശരിയായ ഉത്തരം കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾ ഉദിപ്പനത്ത് പൊക്കോളൂ. അവിടെ ചെന്നിട്ട് അവിടെ ഉദിഭഗവാൻ അല്ലെങ്കിൽ ഉദിപ്പനത്തപ്പനെ കാണിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയും. ഇനി അവിടെ ചെന്നിട്ട് ഇത് പറഞ്ഞു തരാനായിട്ട് അവർ വിസമ്മതിക്കുകയാണെങ്കിൽ ഈ ചെമ്പോല നിവർത്തിക്കുള്ളൂ, അതിനുള്ള വഴികൾ അപ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തഴിച്ചു. വീണ്ടും അവർ പറഞ്ഞു, സത്യമുള്ള ചെമ്പോലയാണെങ്കിൽ ഞങ്ങൾ ഉദിപ്പനത്ത് ഉദിപ്പനത്ത് എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പോൾ നേരെ അവർ ഉദിപ്പനത്ത് തന്നു. നല്ലച്ഛനെ കണ്ട് ആ നല്ലച്ഛനോട് ഒരു വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആരാണ്, എന്താ നിങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഈ മക്കൾ പറയും, ഞങ്ങൾ മനുഷ്യകുലത്തിൽ പിറന്നിട്ടുള്ള മക്കളല്ല, ഞങ്ങൾ ദൈവകുലത്തിൽ പിറന്നിട്ടുള്ളതാണ്. ഞങ്ങൾക്കുള്ള അത് ഉദിപ്പനത്തപ്പൻ്റെ അവിടുത്തെ മക്കളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഒരു വരം കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നതായ, ഞങ്ങൾക്ക് വേണ്ടുന്നതായ വരം എന്താണെങ്കിൽ തരാം, ജീവിച്ചു പോകണ്ടേ, അതിനുള്ള വരം കാര്യങ്ങൾ തരണം എന്ന് പറയും. അപ്പോൾ ഈ നല്ലച്ഛൻ പറയും, ദൈവങ്ങളായിട്ട് പിറന്നിട്ടുള്ള പിറവിക്കൊക്കെ ഞാൻ ഓരോ അനുഗ്രഹങ്ങൾ, ഓരോ വരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത് എന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾ തട്ടിപ്പിന് നിൽക്കണമെങ്കിൽ പൊക്കോളെ എന്നുള്ള അർത്ഥത്തിൽ ആരും ഒഴിവാക്കുക. അപ്പോൾ എൻ്റെ മക്കളല്ല, അല്ലെങ്കിൽ അങ്ങനെ പിറന്നിട്ടുള്ള മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇത് ഏതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ
ഉടനടി ദേവലോകത്ത് പറഞ്ഞ കാര്യം അവർക്ക് ഓർമ്മ വന്നു. ആ വാക്യമനുസരിച്ച് ഈ ചെമ്പോല അവർ നിവർത്തുക, അള്ളച്ചനെ കാണിക്കാൻ നിവർത്തുക. ഇവർക്കിത് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിവൃത്തിവശം ആ സൂര്യഭഗവാനെ മൊത്തം തടഞ്ഞു നിർത്തുന്ന, അല്ലെങ്കിൽ ആ വെളിച്ചത്തിനെ മറയ്ക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതാണ് പറയുന്നത്, വാമൊഴികൾ പറഞ്ഞു വരുന്നത്. നമ്മളൊരു സമയം കൊണ്ട്, ഒരു നേരം കൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നതല്ല. അത് കഥയാവാം, എന്തോ ആവാം. അപ്പോൾ ആ ഇരുട്ടിനെ സൂര്യഭഗവാനെ മറച്ചു നോക്കുമ്പോൾ മൊത്തം ഇരുട്ടായി. അങ്ങനെ ഇരുട്ടായപ്പോൾ നല്ലച്ഛൻ തീരുമാനിച്ചു, ഇത് സാധാരണപ്പെട്ട മക്കളല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ല എന്ന് തീരുമാനിച്ചെന്ന് ആ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം കണ്ടുകൊണ്ട് തന്നെ നോക്കി. അങ്ങനെ നോക്കുമ്പോഴാണ് അറിയണത്, ഇത് ദൈവമക്കളാണ്, ദൈവ സൃഷ്ടിയാണ് ഇവർ. അതുകൊണ്ട് നിങ്ങൾ വന്നോളെ, എൻ്റെ മക്കൾ നേരിട്ട് വന്നോളെ, നിങ്ങൾക്കുള്ള അരി വരെ ഞാൻ തരാം, അത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. എല്ലാ അനുഗ്രഹങ്ങളും തന്നു. ഇത് ഇനി നിങ്ങൾ ഭൂമി ലോകത്ത് പൊക്കോളൂ, അവിടെ നിന്നിട്ട് പയ്യടിയാമാരെ കണ്ടോളൂ, അവിടെ ചെന്ന് നിങ്ങൾക്കുള്ള അരിമരം കാര്യങ്ങളൊക്കെ സ്ഥാനങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഭൂമി ലോകത്ത്, അതായത് നിങ്ങൾ കടൽ വരുമ്പോഴത്തോടു കൂടി പൊക്കോളൂ എന്നും പറഞ്ഞ് പ്രത്യേകം അനുഗ്രഹിച്ച് വിട്ടു. അങ്ങനെ ഈ ചെമ്പോലയും വാങ്ങി, സത്യമുള്ള ചെമ്പോലയാണെങ്കിൽ ഭൂമി ലോകത്ത് എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ നേരെ വന്ന് ഇറങ്ങുന്നത് കല്ലടിക്കോട് മലയിലാണ്. അവിടെ വന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ അതിൽ ഈ മന്ത്രത്തിൽ ഒരു കാര്യം പറയും, ആസന്നമായ കല്ലടിക്കോട് മലവാരത്ത് എന്ന് പറയുമ്പോൾ അത് എഴുതിയിട്ടുള്ള ആൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഭൂമിയിൽ ഉദിപ്പനത്തുനിന്ന് ഇത് വാങ്ങി തിരുവരം വാങ്ങിയിട്ട് വന്നു ചേർന്ന എന്നുള്ള അർത്ഥമാണ് ആക്കിയിട്ടുള്ളത്. ചിലർ അസന്നമായ കല്ലടിക്കോട് മലവാരത്ത് എന്ന് പറയും. ആസന്നമായ കല്ലടിക്കോട്, അവിടെ വന്നു ചേർന്നിട്ടുള്ള എത്തിച്ചേർന്നപ്പോൾ എത്തിച്ചേർന്ന ആ മലവാരത്ത്, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആസന്നമായ കല്ലടിക്കോട് മലവാരത്ത് വന്നപ്പോൾ ഇങ്ങനെ കല്ലും ഒക്കെ ഇടിഞ്ഞു കിടക്കുന്ന അതിലൊരു ഇതല്ലാത്തൊരു മലയില വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ മലവാരം ദൈവങ്ങൾ അതിനെ കല്ലടിഞ്ഞ മലയ്ക്ക് കല്ലടിക്കോട് മലവാരം എന്ന് പറഞ്ഞ് അങ്ങനെ പേരും വിളിച്ചത്. അങ്ങനെ ആ മലവാരം ദൈവങ്ങൾ ഈ കല്ലടിക്കോടൻ മല അവർ നടന്നു കണ്ടു. അതിൻ്റെ മുക്കും മൂലയും അവർ നടന്നു കണ്ടു. 41 മൂല അവർ നടന്നു. ഇനി നമുക്ക് ഇരിക്കാനായിട്ട് നമുക്കൊരു ഇരിപ്പിടം വേണം, അതിനിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ തന്നെ 5000 കല്ല് കൊണ്ട് അടിയും പണന്ന് 3000 കല്ല് കൊണ്ട് മുകളും മുടിച്ച് കരിങ്കല്ല് കൊണ്ട് ഒരു കരിങ്കോട്ടയും കൂട്ടി മലയിലേക്ക് മുതുകും ചാരി പടിഞ്ഞാറൻ കടലിലേക്ക് ഇരുകാലും നീട്ടി. അങ്ങനെയാണ് അമ്മേനെയും ആങ്ങളേനൊക്കെ കൂട്ടി പറയുന്നത്. അപ്പോൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ് ഇവർ ദൈവങ്ങളിരിക്കുന്നത്. അങ്ങനെ അവരുടെ ഇരിപ്പ്, അവർക്കുള്ള സ്ഥാനികരൊക്കെ കണ്ടു. അതിനുശേഷം ആണ് ഈ ആങ്ങളെ പറയാ, പെങ്ങളെ, നമ്മൾ ഈ മലവാരത്ത് വന്നിട്ട് ഒരുപാട് കാലമായി, അല്ലെങ്കിൽ നമ്മൾ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വരത്തിനനുസരിച്ചുള്ള അരിയും വരം നമുക്ക് അന്ന സംഗതി നമുക്ക് കിട്ടിയിട്ടില്ല. ഈ മലവാരത്തിരുന്ന് നമ്മുടെ കാലം കഴിച്ചുകൊണ്ട് നമുക്ക് ആയില്ലല്ലോ, നമുക്ക് എന്ത് വേണം? അപ്പോൾ പെങ്ങൾ പറയും, നമ്മൾ മലവാരത്ത് നിന്ന് മലയാളത്തേക്ക് ഇറങ്ങുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലുള്ളതായ കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. അങ്ങനെ പറഞ്ഞ് ഇവർ പോരുന്ന സമയത്താണ് കൊങ്ങുമാൻ എന്നല്ല വീരപ്പൻ ചെട്ടീനെ, കൊങ്ങുമാൻ ദേശത്ത് വീരപ്പൻ ചെട്ടി എന്ന് പറയുന്ന ചെട്ടിയുടെ വീട്ടിൽ 42 വെള്ളക്കാളയുണ്ട്. അപ്പോൾ ഈ കൊങ്ങുമാൻ എന്നല്ല, ഈ അവരുടെ ഒരു ചിറയുണ്ട്, ആ ചിറയിൽ മുങ്ങിപ്പൊളിച്ച് കയറി വരുമ്പോഴാണ് ഈ വീരപ്പൻ ചെട്ടിയുടെ പടിക്കക്കൂടി വരുന്നത്. അവിടെ വന്നപ്പോൾ 42 വെള്ളക്കാളുകൾ ഇങ്ങനെ തെളിഞ്ഞങ്ങനെ നിൽക്കുക. അത് കണ്ടു നോക്കുമ്പോൾ മലവാരം ദൈവങ്ങൾക്ക് ഒരു പൂതി, ഒരു ആശ തോന്നി. അതിലൊരു കാളനെ കിട്ടിയാലേ നമുക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ വീരപ്പൻ ചെട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, വെള്ളക്കാളനെ ഞങ്ങൾക്ക് തിരുനണ്ടം തരണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, തരില്ല, ഞങ്ങളുടെ മുത്തപ്പന്മാരായിട്ട് തന്നെ അങ്ങനെ ഒരു ശീലമില്ല, അപ്പനായിട്ട് തീരും കണ്ടിട്ടില്ല, ഞങ്ങൾ മക്കളാശം ഞങ്ങൾ ഇനി കൊടുക്കാനുള്ള ഉദ്ദേശമില്ല എന്ന് പറയും. അങ്ങനെ മലവാരം ദൈവങ്ങളുടെ ശക്തിയിൽ അവർ ആളറിയാതെ അവിടെ നിന്ന് മാറി നിന്ന വശം
ഈ 42 വെള്ളക്കാളകൾക്കും കൊമ്പ് കുത്തി കുളമ്പും പഴുത്തു ഒക്കെ മാണ്ടുമയങ്ങി ഒക്കെ തലചുറ്റി വീണു. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവർ കണിയാര കൊണ്ടുവന്നിട്ട് 42 വെള്ളക്കാളകൾക്കും ഇതേപോലെ തന്നെ ദുരിതം വരണമെച്ചെങ്കിലേ എന്തായിരിക്കും? അങ്ങനെ കണിയാർ പണിക്കരെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ കണിയാർ പ്രശ്നമൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ പറഞ്ഞു, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്, അതായത് ഇന്നലെ വന്നിട്ടുള്ള മലബാരൻ ദൈവങ്ങളാ. ആ ശക്തമായിരിക്കുന്ന മലബാരൻ ദൈവത്തിന് ഒരു വെള്ളക്കാളേനെ കൊടുത്തോളൂ, തിരുനണ്ടായിട്ട് കൊടുത്തോളൂ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 42 വെള്ളക്കാളുകൾ ഇവിടുന്ന് ഇപ്പോൾ എണീറ്റ് നിൽക്കും, എല്ലാ ക്ഷീണം മാറും, രോഗം മാറും. അത് കൊമ്പോടെ കുത്തണു, കുളമ്പൊക്കെ പഴുത്തുപോയി പറഞ്ഞ സമയമുണ്ട്. അങ്ങനെ സത്യമുള്ള മലബാരൻ ദൈവങ്ങളാണെങ്കിൽ അവർ വന്നോട്ടെ, ഞങ്ങളുടെ വെള്ളക്കാളയുടെ ഈ കേട് എന്താ വെച്ചാൽ മാറ്റി തരട്ടെ. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കാളേനെ അവരെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തീരുമ്പോഴേക്കും ആ വെള്ളക്കാളകളിലൊക്കെ ഏനക്കേടുകളൊക്കെ മാറി, മാണ്ടുമയക്കങ്ങൾ മാറി, പഴുപ്പും കാര്യങ്ങളൊക്കെ മാറി അവർ നിവർന്നു വന്നു. അപ്പോൾ ആ മലബാരത്തമ്മയ്ക്ക് സന്തോഷത്തോടു കൂടി ആ വീരപ്പൻ ചെട്ടി ഒരു വെള്ളക്കാളേനെ സമ്മാനമായിട്ട് കൊടുത്തു, തിരുനണ്ടായിട്ട് കൊടുത്തു. അവിടെ തന്നെ മുടിയങ്കോലും കയറും കെട്ടാൻ കയറ് കൊണ്ടുവന്ന് അങ്ങനെ മണിയമ്പലത്തിൽ വന്ന് അങ്ങനെ പല ദേശത്തും നടന്ന് മക്കൻ മദീനൊക്കെ കണ്ട് അവിടുന്ന് വന്ന് തിരുനാവായ വന്ന് മാമാങ്കം കൂത്തൊക്കെ കണ്ട് കുടിലും പൊളിച്ചപ്പോൾ അവിടുന്ന് അങ്ങനെ വന്ന് ആ ഭഗവതി അല്ലെങ്കിൽ മലബാരൻ ദൈവങ്ങൾ മലവായി കള്ളാടിമുത്തൻ അവർ ആംഗ്ലമേങ്ങളാ. ഈ മലവായി അല്ലെങ്കിൽ മലബാരൻ ദൈവങ്ങൾ വന്നിട്ട് തണലണച്ചിരിക്കുന്ന സമയത്താണ്, മൊയ്യോളം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വന്നിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇഞ്ചിക്കാട്ട് കുന്നത്തെ മുത്തപ്പൻ്റെ വീട്ടിൽ കൊട്ടും തോറ്റം കേൾക്കുക. ആ ഇഞ്ചിക്കാട്ട് മുത്തപ്പൻ്റെ കൊട്ടും തോറ്റം കേട്ടിട്ട് ഈ മലബാരൻ ദൈവങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുക. അപ്പം അവിടെ മുത്തപ്പൻ്റെ ദേവതകൾക്ക് കൊട്ടും തോറ്റമൊക്കെ ആടി അണലങ്ങളൊക്കെ ഇട്ടിട്ട് ചെലമ്പിട്ട് അണിച്ചെലമ്പൊക്കെ ഇട്ട് പൊന്നാരണിച്ചെലമ്പും മെയ്യായുധങ്ങളൊക്കെ ഇട്ടിട്ട് അവരുടെ കോലം കെട്ടി കളിക്കുക. ഇത് കണ്ടപ്പോഴാണ് മലബാരൻ ദൈവങ്ങൾക്ക് ഒരു ആശ തോന്നണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മലബാരൻ ദൈവങ്ങൾ വരുന്നതിന് മുമ്പ് പാക്കനാർ മുത്തപ്പൻ്റെ കൊട്ടും തോറ്റങ്ങളും കർമ്മങ്ങളും അവിടെ ഉള്ളതാ. അങ്ങനെ കയറി വന്നിട്ടുള്ള ഇഞ്ചിക്കാട്ട് കുന്നത്ത് അവർ ആ മുത്തപ്പനോട് സംസാരിക്കുക, ഞങ്ങൾക്ക് ഇതേപോലെ ഒരു ആയുധങ്ങൾ, മെയ്യായുധങ്ങളും കയ്യായുധങ്ങളും പൊന്നാരണിച്ചെലമ്പും ഇതെല്ലാം കിട്ടണം, ഞങ്ങൾ എവിടെ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം? അങ്ങനെ അവരത് അന്വേഷിച്ച് ആദ്യം ഒരു മൂശാലിയുടെ വീട്ടിൽ ചെന്നു. ആ മൂശാലിയുടെ വീട്ടിൽ ചെന്നിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ചെലമ്പ് തിരുനണ്ടം തരണം എന്ന് പറഞ്ഞപ്പോൾ മൂശാലി കൊടുക്കില്ല, ചെയ്യാൻ പറ്റില്ല, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എവിടെ നിന്നോ കയറി വരുന്ന ആളുകൾ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഓലോക്ക് അത് നാശാക്കി, അവർക്കത് പണിയാൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം, സത്യമുള്ള മലബാരൻ ദൈവങ്ങളെന്ന് പറഞ്ഞ് പൊന്നാരണിച്ചെലമ്പും അതുപോലെ മെയ്യായുധങ്ങളൊക്കെ അവർക്ക് തയ്യാറാക്കി കൊടുത്തു. കരിവാരി പുറക്കിൽ ചെന്നിട്ട് അതേപോലെ തന്നെ ചോദിച്ചു. അവിടെയും ഇതേപോലെ തന്നെ തടസ്സം പറഞ്ഞു തരില്ല എന്ന്. അവിടെയും കേടുപാടുകൾ വരുത്തി നോക്കുമ്പോൾ അവിടെ നിന്നും കരിവാൻ്റെ അടുത്തു നിന്നും നല്ല തിരായുധം കിട്ടി, മറ്റുള്ള എല്ലാം കിട്ടി നോക്കുമ്പോൾ ഇതൊക്കെ കെട്ടും ചുമടാക്കി വന്ന് കയറുന്നത് കക്കാട് ഗണപതി തമ്പുരാൻ്റെ അടുത്ത് വന്നിട്ടാണ് ഈ ദൈവങ്ങൾ അവിടെ വന്നിട്ട് മുറവിളി കൂട്ടുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഇരിക്കാൻ ഇരിപ്പിടല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കണം, മലയുന്നവർ പോന്നു, ഞങ്ങൾക്കൊരു സ്ഥാനികരോടെ വേണം എന്നുള്ളത് പറയും ഗണപതി തമ്പുരാൻ ഗണപതി പറഞ്ഞു, നിങ്ങൾക്കിവിടെ ഇരിക്കാൻ പറ്റുന്നല്ല. അതായത് ഇവിടെ സാത്വികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്, ഉത്തമത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണതാണ്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ വടക്കേ ഭാഗം നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പാക്കനാരുടെ തിരുമുറ്റുണ്ട്, പാക്കനാരുടെ വീട് കുടുംബമുണ്ട്, ആ തറവാട്ടിലേക്ക് കയറി ചെന്നോളൂ, നിങ്ങൾക്ക് അവിടെ അതിനുള്ള സ്ഥാനികരുണ്ട്, കിട്ടും എന്ന് പറഞ്ഞഴിക്കുക. അങ്ങനെ അവിടെ ചെന്നിട്ട് വിളിച്ചപ്പോൾ 1 വിളിച്ചു, ഓർത്ത് കേട്ടു, 2 വിളിച്ചു,
പാത്ത് കേട്ടു, 3 വിളിച്ചപ്പോൾ മൂളി കേട്ടു, 4 വിളിച്ചപ്പോൾ ഓ ആരാ വിളിക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ച് ഇറങ്ങി വന്നപ്പോൾ പറയും, നിങ്ങൾ ആരാണ്, എന്താണ്, എന്താ ഈ നേരം കെട്ട അന്തിക്കൊക്കെ വന്നിട്ട് വിളിക്കുന്നത് പാതിര നേരത്ത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയും, മനുഷ്യകുലമല്ല ദൈവകുലമാണ്, മലയിൽ പിറന്നിട്ടുള്ള അല്ലെങ്കിൽ ഉദിപ്പനത്തപ്പൻ്റെ മക്കളാണ് ഞങ്ങൾക്ക് ഇരിക്കാനൊരു ഇരിപ്പിടം വേണം എന്ന് ഈ അമ്മോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ മുത്തപ്പൻ മന്ത്രവാദത്തിന് പോയിക്ക, രാവ് പോയാൽ പകലേ വരൂ, പകല് പോയാൽ രാവേ വരൂ, അപ്പോൾ ആൾ പോയിട്ടുള്ളോ, ഒന്നും കഴിഞ്ഞ് നാളെ എത്തുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യോ, ഈ പാണ്ഡ്യം പടിഞ്ഞാറ്റിൽ അത് പീഠമുക്കാലൊക്കെ വെച്ച് ആചരിക്കുന്ന സമ്പ്രദായമുണ്ട് പാക്കനാർക്ക് എന്നല്ല മിക്ക ആളുകൾക്കും അങ്ങനെ ഉണ്ട്. പടിഞ്ഞാറ്റി എല്ലാവർക്കും ഇല്ല, അങ്ങനത്തെ ഒരു വിഭാഗത്തിന്. അപ്പോൾ ആ പടിഞ്ഞാറ്റിലിരിക്കാം, മുത്തപ്പൻ വരുന്ന വരെ അവിടെ ഇരിക്കാന്നുള്ള സന്തോഷത്തിൽ ആ തീരുമാനത്തിൽ പടിഞ്ഞാറ്റിലേക്ക് എന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞു, ആ പീഠമുക്കാലിയിൽ സാന്നിധ്യമായിരിക്കുന്നതായ പിതൃക്കളോ മറ്റോ പറയാ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ അത് അപ്പുറത്ത് പോയിട്ടിരുന്നു ഇടഭാഗത്താകുമായിരുന്നു, ഞങ്ങളുടെ വലഭാഗത്ത് ഇരിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. അപ്പോൾ വന്നിട്ടുള്ളതായ ദൈവങ്ങൾ പറയും, ഞങ്ങൾ ഉദിപ്പനത്തപ്പൻ്റെ മക്കളാ, ആ ഉദിപ്പനത്തപ്പൻ്റെ മക്കളായി ഞങ്ങൾ നിങ്ങളുടെ ഇടഭാഗത്തിരിക്കാൻ ആയിട്ട് വന്നിട്ടുള്ളല്ല എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന പടിഞ്ഞാറ്റിലിരിക്കുന്നതായ പീഠമുക്കാലിൽ സാന്നിധ്യമായിരിക്കുന്ന ദേവതകൾ പറയാ, കേൾവി കേട്ടിട്ടുള്ള മുത്തപ്പനെ നിങ്ങളെ പോലില്ല, കേൾവി കേട്ടിട്ടുള്ള മുത്തപ്പനാ ഞങ്ങളുടെ മുത്തപ്പൻ്റെ വലഭാഗത്തിരിക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മലബാരൻ ദൈവങ്ങളോട് കിടപിടിക്കാവുന്ന അതേ തരത്തിലുള്ളതായ ഗുരുമുത്തച്ഛൻ്റെ സാന്നിധ്യമാണ് കാര്യമാണ് ഇവർ പറയണത്. കേൾവി കേട്ടിട്ടുള്ള മുത്തപ്പനാ, ആ മുത്തപ്പൻ്റെ അവിടെ ചെന്നിരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ മാറിയിരുന്നോളെന്ന് പറയണത്. അപ്പോൾ മലബാരൻ ദൈവങ്ങൾ വരുമ്പോൾ ഈ പാക്കനാര് മുത്തപ്പൻ്റെ പാണ്ഡ്യം പടിഞ്ഞാറ്റിൽ നിന്ന് നിങ്ങളൊരു വസ്തുത പറയുമ്പോൾ, വാക്ക് പറയുമ്പോൾ അതേ ശക്തി അല്ലെങ്കിൽ അതിലും ശക്തികളിരിക്കുന്ന മന്ത്രമൂർത്തികളോ അല്ലെങ്കിൽ പിതൃക്കളോ ആണ് ഈ മുത്തപ്പൻ്റെ മൂർത്തികളോ ഇരിക്കുന്നത്. അങ്ങനെ ഇവർ തർക്കമായ സമയത്ത് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആ പാക്കത്തേരമ്മ അവർ പറഞ്ഞു, നിങ്ങൾ സത്യമുള്ള മലബാരൻ ദൈവങ്ങളല്ലേ, ഞങ്ങൾ സത്യമുള്ള മലബാരൻ ദൈവങ്ങളാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുമോ, എൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നോളോ, ഇടഭാഗത്തും ഇരിക്കണ്ട അവരുടെ വലഭാഗത്തും ഇരിക്കണ്ട, എൻ്റെ 4 നടുമുറ്റത്ത് മുറത്തോളം ഭൂമി നിങ്ങൾക്ക് ഞാൻ തിരുനണ്ട തരണോ, അവിടെ ഇരുന്നോളെ എന്ന് പറഞ്ഞിട്ട് ആ പയ്യടിയാത്തി അല്ല പാക്കത്തേരമ്മ, ആ പാക്കത്തേരമ്മയാണ് അവിടെ കൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ മുറത്തോളം ഭൂമി തിരുനെണ്ണം കൊടുത്ത് അവിടെ കുടിയിരുന്നിട്ടുള്ളതാണ്. അപ്പോൾ ഏത് പാക്കനാരന്മാരുടെ ഏത് വീട്ടിലായാലും ശരി, നാളിൻ്റെ നടുമുറ്റത്ത് പടിഞ്ഞാട്ടും തിരിഞ്ഞിട്ടാവും മലവായിരിക്കേണ്ടത്. മറ്റ് ഭവനങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും അത് മറ്റു ദേവതകളോട് കൂടിയിട്ട് ചിലപ്പോൾ കിഴക്കോട്ടായിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ദിശയിലൊക്കെ ആയിരിക്കാം. പക്ഷേ പാക്കനാരുടെ ആ വീട്ടിൽ 4 നടുമുറ്റത്ത് തന്നെ ആയിരിക്കും മലവായത്തറ. അതുകൊണ്ട് തന്നെ ഇത് പാക്കനാരുടെ വീടെന്ന് പറയും. പക്ഷെ ഇപ്പോൾ പലരും പാക്കനാരാണ് അല്ലെങ്കിൽ പറയരാണ് എന്നറിയാതിരിക്കാൻ മലവായത്തറക്കം മാറ്റി വെക്കുന്നവരുണ്ട്, പറയാനായിട്ട് നാണായിട്ട്. കാരണം അത്രയും ശക്തിയുള്ള ദൈവങ്ങൾ വന്നിട്ടാണ് ആ ഗുരുമുത്തച്ഛനോട് സംസാരിച്ചിട്ട് അവർ വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ശക്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തുടർന്നും ഗുരുമുത്തച്ഛന്മാർ ഈ മലവായി എന്നുള്ള ദേവതനെ ഉപാസിക്കാനായിട്ട് കല്ലടിക്കോട് പോയി. പല ഗുരുമുത്തച്ഛന്മാരും കല്ലടിക്കോട് നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടുന്ന് പഠിച്ച് വന്നിട്ടുള്ളവരുണ്ട്. എന്നിട്ട് അവരുടെ പാണ്ഡ്യം പടിഞ്ഞാറ്റിലോ അല്ലെങ്കിൽ 4 മുറ്റത്തോ അവർ വെച്ച് ആരാധിക്കുന്നൊരു സമ്പ്രദായമാണുള്ളത്. അപ്പോൾ ഇന്ന് ഈ കഥകൾ കേൾക്കണമെങ്കിൽ ചെറുപ്പക്കാരിൽ അധികാരികളൊന്നുമില്ല, ഒരു 10, 50, 100 വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഥേനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ അവരെ അപ്പന്മാർ പറഞ്ഞിട്ടുള്ള കഥകളെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ മലവായി എന്നുള്ളൊരു ദേവതയാണ് ഇതിൽ. അത് മണ്ണാൻ സമുദായക്കാർക്കാണ് മലവായി. പാക്കനാർക്ക് ചെറുനീലിയമ്മ അല്ല കരിനീലി എന്നൊക്കെ പറയണത് ഈ നീലിയമ്മയാണ് പാക്കനാർക്ക്. എന്നാൽ മലവായി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആചരിച്ചിരുന്നത്. അപ്പോൾ ഈ മലവായി
പാക്കനാറ് തിരുമുറ്റത്ത് കൊണ്ടിരിക്കുന്ന അമ്മയാണ്. ആ മലവായിനെയാണ് ഇന്ന് മലവാഴ മലവാഴ മലവാഴി എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇന്ന് പരിഹസിക്കുന്ന പോലെ പറയുന്നത്. മലവാഴിയല്ല, മലവായിയാണ്. ഞാൻ പറഞ്ഞല്ലോ, മണ്ണാന മലവായി. അവർ ആ ആടുന്നതായ ആ തിറ, അതിനെ അവർ മലവായി എന്നുള്ള മൂർത്തിയിലാണ്. അവർ മലവാഴി എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. മലവായി എന്നാണ് അവർക്കും പറയാം. ഇവിടെയും മലവായി തന്നെയാണ് മുത്തച്ഛന്മാരും. ഇപ്പം ഇന്നതിൽ വയസ്സായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഇന്ന് മലവായാട്ട സമ്പ്രദായത്തിൽ ആട്ടം കഴിക്കുന്നതിൽ ഒന്ന് വയസ്സായിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ കൊങ്ങണൂർ കുട്ടേട്ടന, അല്ലെങ്കിൽ ഉണ്ണീഷ്ണേട്ടൻ പാട്ടുകാരൻ, അതേപോലെ ഒന്നുകൂടി വിട്ട് കഴിഞ്ഞ് മോഹനേട്ടൻ. അപ്പോൾ വയസ്സായിട്ടുള്ള മറ്റേ പരിപ്പൽ വാസേട്ടൻ അല്ലെങ്കിൽ ശങ്കരേട്ടൻ, ഇവരുള്ള ആളുകളൊക്കെ കാലം ചെയ്തു പോയി. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാലും അവർ മലവായി എന്ന് തന്നെയാണ് അവർ പറയുക. പക്ഷെ ഇന്ന് മലവായി എന്നുള്ളതായ നാമധേയം പോയിട്ട് മലവാഴിയായി. അത് വാക്കിൽ വ്യത്യാസത്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾക്കും ഇനിയും വ്യത്യാസം വരിക. അപ്പോൾ പഴയ കാലത്ത് ഞാൻ പറഞ്ഞു, പരിപ്പിൽ വാസേട്ടൻ അല്ലെങ്കിൽ തിപ്പിലശ്ശേരി ശങ്കരേട്ടൻ, അതുപോലുള്ളതായ ആളുകളൊക്കെ ഉണ്ടായിരുന്ന പല ആട്ടക്കാരുണ്ടായിരുന്നു. അവരുടെ ശിഷ്യത്വത്തിൽ വന്ന, അല്ലെങ്കിൽ അവർ ആശാന്മാരാക്കിയിട്ടുണ്ടായിരുന്ന, ഗുരുനാഥന്മാരാക്കിയിട്ടുള്ള അവരെയും കാട്ടിയും വളരെയധികം കഴിവും അറിവും പ്രഗത്ഭന്മാരുമായിരുന്നു. അവരിൽ നിന്നോ ഒക്കെ പഠിച്ച് വന്നിട്ടാണ്, മുത്തച്ഛന്മാരിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം കർമ്മികളിൽ നിന്നോ മാന്ത്രികരിൽ നിന്നോ ഇതിനെക്കുറിച്ചറിയാവുന്ന വ്യക്തികളിൽ നിന്നാണ് അവരൊക്കെ പഠിച്ചു വന്നിട്ടുള്ളത്. ഇന്ന് പലരും പല കോപ്രായങ്ങളും മലവായി തറയ്ക്ക് ചുറ്റും കാട്ടി നടക്കുന്നുണ്ട്. ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അത് പൂർവികർ ചെയ്തു തരുന്നല്ല, ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആ നേരത്തെ ഉണ്ടായിരുന്നെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മാറ്റങ്ങളാണ് പുതിയ തലമുറ കണ്ടുപിടിക്കുന്നത്. അവരും അറിവില്ലായ്മയാണ് അവരെ ഇന്ന് പോണത്. ആ അറിവില്ലായ്മ ചെയ്യുന്നവർക്കും ഇന്ന് 10 ശിഷ്യന്മാരാ അവർക്കൊപ്പം ഉണ്ടാവുന്നത്. അപ്പം അതിന് തനതായിട്ടുള്ള കർമ്മങ്ങൾ, തനതായിട്ടുള്ള വിളി തന്നെ മാറി. മലവായി എന്നുള്ള വിളി തന്നെ മാറി. അപ്പോൾ ഒക്കെ മലവാഴിയാട്ടം, മലവാഴി. ആ മലവാഴി എന്നുള്ളൊരു നാമധേയമല്ല, അത് അമ്മയ്ക്ക് വരെ ഇഷ്ടപ്പെടില്ല. മലവായിയാണ്. ആ മലവായി എന്നുള്ള ദൈവത്തിന് അതേ നാമധേയത്തോട് കൂടിയിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, അറിവില്ലായ്മ കൊണ്ടാണ് പലരും ആ വിളിയുടെ പിന്നാലെ പോകുന്നത്. ആ അറിവില്ലായ്മകളാണ് പരത്തിക്കൊണ്ട് നടക്കുന്നത് പലരും. അപ്പോൾ ആ മലവായി ഓരോ കുടുംബത്തിലുണ്ട്. ആ മലവായി എന്നുള്ളതായ നാമധേയം അത് മറക്കാതിരിക്കുക. ആ മലവായിക്കും അത് തന്നെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലുള്ളതായ ഈ കൊങ്ങണൂർ കുട്ടേട്ടൻ പോലുള്ളത് ആ വ്യക്തികളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അറിയാം, ഇതിന് എന്താ ഈ ദേവതയ്ക്ക് എന്താ പേര് പറയാം. അപ്പോൾ അവർ പറയും കൃത്യമായിട്ട് മലവായി എന്നുള്ളത്. അപ്പോൾ മലവായിക്ക് പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നായ അതിൻ്റെ ചൊല്ലുവിളികളും അതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാറ്റമില്ലാതെ കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വ്യക്തിയിൽ നിന്ന് ഒരു അറിവില്ലാതെ പോയി കഴിഞ്ഞാൽ അത് നാളത്തെ ആചാരങ്ങളാവും. നാളത്തെ ആചാരങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അത് കഥകളും പുരാണങ്ങളും ഐതിഹ്യമായിട്ട് മാറുക. അപ്പം അറിവ് മുൻപ് നമുക്കുണ്ടായിരുന്ന ആളുകൾ കണ്ട് ചെയ്ത് അനുഭവിച്ചറിഞ്ഞ അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കൂടി മാത്രം പോകുക. ആ മലവായിക്ക് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. മലവായിക്ക് അതേപോലെ തന്നെ അവർ ആടാനും പാടാനും ആകെ പല ആളുകളുണ്ടെങ്കിലും ശരി, നല്ല ഒരു വെള്ളിമാനത്ത് മലവായി എത്തി വരിക എന്നുള്ള സങ്കല്പമുണ്ട്. വെള്ളിമാനത്ത് അതിൽ 4-5 മണി സമയത്ത്, ആ 4-5 മണി സമയത്ത് വരണം വെച്ചെങ്കിൽ നഞ്ചിനായാട്ടും മറ്റുള്ളതായ കർമ്മങ്ങളും ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഒരു 1:30-2 മണിയോട് കൂടിയിട്ട് തന്നെ ഈ കോമരക്കാരൻ കുളിച്ചു വന്ന് അദ്ദേഹം എത്തിക്കഴിഞ്ഞാലോ ആണ് ഈ കർമ്മത്തിനായിട്ട് ഇറങ്ങാൻ പറ്റുക. അങ്ങനെ വരുമ്പോഴാണ് 4 മണി അല്ല 4:30, 5 മണി 5:30യുടെ ഉള്ളിൽ മലവായി എത്തണം. ആ മലവായി എത്തണം, അത് നല്ല സമയം, ആ മുഹൂർത്തത്തിൽ എത്തണം. അപ്പോൾ ഇന്ന് പലരും 5 മണിക്ക് കുളിച്ച് വന്നിട്ട് 6 മണിക്ക് കർമ്മങ്ങൾ ചെയ്യുക, 7 മണിക്ക് 8 മണിക്ക് മലവായി എത്തുക എന്നുള്ളൊരു സങ്കല്പമായി. ഇനിയിപ്പോൾ നാളെ അത് ഉച്ചയ്ക്കാവും, ഇനിയും പോവാതെന്ന് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അത് ഗുരുക്കന്മാർ കൊണ്ടു നടന്ന വഴിയല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഞാൻ പറഞ്ഞു, തെറ്റ് ചെയ്യണം, ആ തെറ്റാണ് മറ്റുള്ള ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നത്. അവൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാളെ അതൊരു ആചാരമായിട്ട് മാറുക. അപ്പോൾ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന്
അല്ലെങ്കിൽ ഒരു മണി 2 മണി എന്നുള്ള ആ നേരത്ത് കുളിച്ച് ആ മലവായിനെ കെട്ടിച്ചിട്ട് അതിനുള്ള കർമ്മങ്ങൾ ചെയ്ത് ഒരു 5 മണി എന്നുള്ളതിൽ 5 മണിക്ക് കാക്കയും കിളിയൊക്കെ കരയാനായിട്ട് മുന്നേ അല്ലെങ്കിൽ ആ സമയത്തോടു കൂടി തന്നെ മലവായി എന്നുള്ള ദേവതേനെ എത്തി വന്നു കഴിഞ്ഞാൽ ആ മലവായി അവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഴയ കാര്യങ്ങൾ പഴയ ആളുകളിൽ ചെയ്യുന്നതിൽ നിന്ന് വ്യതിചലിച്ച് നമ്മുടെ ഇഷ്ടത്തിന് 5 മണിക്ക് അടിച്ചു തെളി അല്ല 5 മണിക്ക് കുളിച്ചു വന്ന് അവരുടെ വൈക്കോല് കർമ്മം അല്ലെങ്കിൽ നഞ്ച് നായാട്ടാട്, അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് മലവായി എത്തുക. അതൊന്നും നല്ല നടപടിയല്ല, പാക്കനാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അത് ചെയ്യാതിരിക്കുക, ചെയ്യുന്നവർ തെറ്റ് തിരുത്തുക. അപ്പോൾ മലവായി എന്നുള്ളതാണ് നല്ല വാക്ക്. ആ മലവായി അല്ലെങ്കിൽ മലവായി ആട്ടം അതിനെ നിലനിർത്താനായിട്ട് നോക്കുക. അല്ലെങ്കിൽ മലവാഴി എന്നുള്ളതാണെങ്കിലോ ആ വാക്കിലെ പോലെ തന്നെ പലർക്കും ഇനിയും ലോപിച്ച് അത് വളരെ മോശമായിട്ടുള്ളതിലേക്ക് എത്തുക. അപ്പോൾ ഈ അറിവ് പലർക്കും ഇത് കേൾക്കുമ്പോൾ ഇഷ്ടമുണ്ടാകില്ല. കാരണം പഴയ കാലത്ത് കണ്ടിട്ടും കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് പറയണത്. ഇന്ന് ഇത് പറയുമ്പോൾ ഞാൻ കാണുന്ന കാലത്ത് ഇന്നത്തെ ആട്ടക്കാർ പലരും ഇല്ല, ജനിച്ചിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഇന്ന് അവരൊക്കെ ഒന്ന് ഈ മലവായിട്ട കലയിൽ അഗ്രഗണ്യന്മാരാണ്, സമ്മതിച്ചു. അവരൊക്കെ വല്ല ശക്തി ഉള്ളവരാണ്, കഴിവുള്ളവരാണ്. പക്ഷെ അന്ന് നമുക്ക് ആടാൻ പറ്റിയില്ലെങ്കിലും അന്ന് ചെയ്തിരുന്ന കർമ്മങ്ങൾ, അന്ന് പല ഗുരുക്കന്മാരും ചെയ്തിരുന്നത് എന്നെ പോലെ കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന ഒരുപാട് ശ്രോതാക്കൾ ഇത് കണ്ടും കേട്ടും അനുഭവമുള്ള ഗുരുക്കന്മാർ അല്ലെങ്കിൽ ആളുകളുടെ വ്യക്തികൾ ഇതിലുണ്ട്. ആടാൻ വരുന്ന ഒരു വ്യക്തി വിചാരിക്കുക ഞാൻ മാത്രമേ ഉള്ളൂ ആട്ടക്കാരൻ, ഞാൻ മാത്രമേ ഇവിടെ ആദ്യമായിട്ട് വരണമെന്ന് വിചാരിക്കും. 100 കണക്കിന് ആളുകൾ വന്ന് ആടി പോയിട്ടുള്ള ഒരു തറയായിരിക്കും അത്. അപ്പോൾ അതിൻ്റെ ഒതുക്കത്തിനനുസരിച്ച്, അതിൻ്റെ വൃത്തി അനുസരിച്ച്, അതിൻ്റെ ആചാരം തെറ്റാതെ കൃത്യമായിട്ട് അതിനെ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ആ ദേവത അദ്ദേഹത്തിന് കൂട്ടായിട്ട് നിൽക്കും. അതേപോലെ തന്നെ മദ്യം കർമ്മത്തിന് മാത്രം ഉപയോഗിക്കുക. ഇനി വേണമെങ്കിൽ ഒരു സ്വല്പമാവാം, അതന്നെ ഒരു പണിയായിട്ട് നിൽക്കുമ്പോൾ അത് വളരെ ഹാനികരമായിട്ട് വരിക. അതേപോലെ തന്നെ തറയമൊക്കെ നിറയെ കള്ളും കുപ്പിയും ബ്രാൻഡ് കുപ്പിയൊക്കെ നിറയെ ഇങ്ങനെ പ്രദർശനത്തിന് വെക്കുന്നത് തന്നെ വളരെ മോശപ്പെട്ടിട്ടുള്ളതാണ്. ആ ദേവിയുടെ കളമുണ്ട്, ആ ദേവിയുടെ കളത്തിനെ ഗുരുക്കന്മാർക്കും ഗണപതിക്കും അരി നിറയും വെച്ചിട്ടുണ്ട്, വിളക്കുണ്ട്, ദേവിക്ക് കളുണ്ട്. ആ കളത്തിൻ്റെ അടുത്തിന് പൂജിക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഉപരി വേറെ മറ്റുള്ളതൊന്നും പ്രദർശനത്തിനായിട്ട് വെക്കരുത്. അതിന്ന് വാർത്ത് കുടിക്കുക. അങ്ങനെ കാണുമ്പോൾ ചെറിയ മക്കൾ അവർക്കും അതിനോട് വാത്സല്യമായിട്ട് വരിക. അപ്പോൾ പരമാവധി ദേവതകൾക്ക് മദ്യം കൊടുക്കുക. മറ്റ് കാണുന്നവരോ ഇതിനോട് ഇഷ്ടപ്പെടുന്നവരോ ഈ ഗുരുവിനെ ശിഷ്യപ്പെടുന്നതായ വ്യക്തികളോ മദ്യത്തിനോട് താല്പര്യമില്ലാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മദ്യത്തിന് പകരം ഇളനീരോ അല്ലെങ്കിൽ പച്ചവെള്ളമോ, ഇളനീര് കഴിച്ച് വീണ്ടും കള്ളിലേക്കോ മദ്യത്തിലേക്ക് എത്തും. കാരണം അവരുടെ ജീവിതത്തിന് ലാസ്റ്റിംഗ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഭംഗി കുറഞ്ഞാലും വേണ്ടില്ല, പച്ചവെള്ളം അത് പ്രാർത്ഥിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആ ദേവതയുടെ ശക്തി അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് മദ്യത്തിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഇത് അറിവായിട്ട് ഇതൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ അവർ ക്ഷമാപൂർവ്വം കേൾക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. മറ്റുള്ള ഒരാൾക്ക് നമ്മളൊരു കയ്യിൽ തെറ്റ് വന്നു എന്ന് വിചാരിക്കാം, തെറ്റ് വരില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യനാണ്, വാക്കിലും പ്രവൃത്തിയിലൊക്കെ തെറ്റ് വരും. അങ്ങനെ തെറ്റ് വരുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്ക് തെറ്റ് തിരുത്താനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് പറയുന്ന ആളുകൾ തെറി വിളിക്കാനോ മോശമായിട്ടുള്ള ഡയലോഗുകൾ ഇടാനോ അവർക്കിട വരില്ല. നാളെ ഇന്ന് ആടുന്ന കർമ്മികൾ, ഇന്ന് ആടുന്ന ആട്ടക്കാരെയും കാട്ടിയും ടോപ്പിലെത്താവുന്ന ശിഷ്യഗണങ്ങൾ അവർക്കുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ ഇവർ നന്നാവണം, ഇവർ ഇതേപോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം, കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം. അപ്പോൾ നല്ല ഒരു തലമുറകളുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നവർക്കൊക്കെ ഇങ്ങനെ ഈ മലവായി എന്നുള്ള ഈ സങ്കല്പത്തിലെ മലവായി ആട്ടത്തിലേക്ക് വരുന്ന ഓരോ മക്കൾക്കും ഈശ്വരാനുഗ്രഹത്തോടു കൂടി, പൊന്നു മലബാരത്തമ്മയുടെ ആ അനുഗ്രഹത്തോടു കൂടി നല്ലതായ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഉദിപ്പനത്തമ്മേ, ഉദിപ്പനത്തപ്പൻ്റെ 3 മാതൃക്കണ്ണിൽ നിന്ന് ഇളങ്ക് പോലെ പൊട്ടി പളുങ്ക് പോലെ തെയ്യപ്പെട്ട് തെയ്തിരുന്ന് ഇണയോട് 2 ദേഹമക്കള് ഭൂമി ലോകത്തിറങ്ങി ആസന്നമായ കല്ലടിക്കോട് മലവാരത്ത് വന്ന് 5000 കല്ല് വെട്ടി അടിയും പണന്ന് 3000 കല്ല് വെട്ടി മുകളും മുടിച്ച്
കരിങ്കല്ല് കൊണ്ട് ഒരു കരിങ്കോട്ടയും കൂട്ടി നേരമ്പം പണിനാട്ട് കുടിരിക്കുന്ന മലബാരത്തമ്മേ, വലിയൊരു മലയിലേക്ക് മുതുകുംചാരി പടിഞ്ഞാറൻ കടലിലേക്ക് ഇരുകാലം നീട്ടിരിക്കുന്ന മലബാരത്തമ്മേ, പയ്യടിയാമാരി അടിവാരത്ത് നിന്ന് 3 വിളിച്ചാൽ 4-ാം വിളിക്ക് വിളി കേട്ടിട്ടുള്ള സത്യത്താലെ, വിളി കേട്ടുകൊള്ളാമെന്നുള്ള സത്യത്താലെ വിളിക്കുന്ന സമയത്ത് മതിച്ചു വരുന്ന ആനയാണെങ്കിലും കുളിച്ചു വരുന്ന കുതിരയാണെങ്കിലും ചേർത്ത് വരുന്ന ചെകുത്താനാണെങ്കിലും അസത്യമായ പെരുമ്പടയാണെങ്കിലും മൂർഖനായ നാഗത്താനാണെങ്കിലും 12,000 കാലകൾ അകലവട്ടം നീക്കം ചെയ്ത് വലത്ത കയ്യിൽ പിടിച്ച കയ്യായതുകൊണ്ട് നമുക്ക് രക്ഷകളുണ്ടാക്കി തരണേ പൊന്നു തമ്പുരാട്ടിയമ്മ. ഈ അമ്മയുടെ നാമധേയത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.